ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഇടുന്ന വീഡിയോ അടിവളം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ പുതുതായിട്ട് ഇപ്പോൾ പുതുകൃഷിയുടെ പൈനാപ്പിൾ വിളവെടുപ്പ് നടത്തി. അതിനുശേഷം നമ്മൾ പോള അരിഞ്ഞത് ഞാൻ കാണിച്ചിരുന്നു. പോള അരിഞ്ഞ ശേഷം നമ്മൾ വളമിട്ട് കൊടുക്കുന്നതാണ് ഇനി കാണുന്നത്. കാണിച്ചു തരാവേ. ഉണ്ടോ, അന്ന് ഞാൻ പോള അരിയുന്ന രീതി നിങ്ങളെ കാണിച്ചു തന്നിരുന്നു. ഉണ്ടോ, പോള അരിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ടോ, പോള അരിഞ്ഞിരിക്കുന്നുണ്ടോ? പലരും പല രീതിയിലാണ് പോള വീശാറ്. ചിലർ, ഞാനൊക്കെ ഈ സൈഡ് മാത്രമേ അരിഞ്ഞു കൊടുക്കുള്ളൂ, സൈഡ് മാത്രം പോള വീശി കൊടുക്കാറുള്ളൂ. ചിലർ എന്ത് ചെയ്യും, ഈ കാനിയുടെ ചുറ്റും പോള വീശി കൊടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ വീശുമ്പോൾ, ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഈ സൈഡ് മാത്രം വീശുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ ചുറ്റും വീശി കഴിയുമ്പോൾ ഈ കാനി മറിയാനായിട്ടുള്ള സാധ്യത കൂടുതലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മറ്റുള്ള കൃഷിക്കാരെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇത് കണ്ടോ, ഇത് നമ്മൾ പോള വീശി കൊടുത്തിരിക്കുകയാണ്. ഇതേ ഇപ്പോൾ തോട്ടത്തിൽ വളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ചക്ക വെട്ടി തീർന്നിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ ബെൻഡ് ഈ ഡാമേജൊക്കെ വന്നത് നമ്മൾ വെട്ടിയില്ല. അത് നമ്മൾ പിന്നെ വെട്ടാൻ ഓർത്ത് നിർത്തിയത്. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വെട്ടാൻ ഓർത്ത് നിർത്തിയതാണ്. കണ്ടോ, അപ്പോൾ ഇതാണ് ദൈവം. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരങ്ങനെ വളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഞാൻ വളം ഇടുന്നത് എങ്ങനെയാണ്, സ്പൂണിന് കോരിയിട്ട് ഞാൻ ഇടിക്കുന്നത് എങ്ങനെയാണ്, ഇത് കണ്ടോ, ഇങ്ങനെ കോരിയിട്ട് രണ്ട് സൈഡിലും ഇട്ട് കൊടുക്കണം. രണ്ട് കാനിയുടെ ഇടയിലായിട്ട് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാനിയുടെ പോളയിൽ വീഴരുത്. കാനിയുടെ പോളയിൽ വീണ് കഴിഞ്ഞാൽ കാനി മോശമായിപ്പോൾ, കാനി കംപ്ലൈൻ്റ് ആയിപ്പോഴും. കാരണം വളം അതിൻ്റെ അകത്ത് കിടന്ന് ചീഞ്ഞിട്ട് ഉണ്ടോ, വളം അതിൻ്റെ അകത്ത് കിടന്ന് ചീഞ്ഞിട്ട് കാനി കേടായിപ്പോയി. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയാണ് വളമിട്ട് കൊടുക്കുന്നത്. കണ്ടോ, കാണാമല്ലോ. പിന്നെ രണ്ട് കാനിയുടെ ഇടയിലാണ് വളമിട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ഇതാണ് വളമിടുന്ന രീതി. കണ്ടോ, ഇവിടെയൊക്കെ നമ്മൾ പോള വീശി നിർത്തിയിരിക്കുന്നതാണ് തോട്ടം. വളം നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന കാണിച്ചു തരാം. കണ്ടോ, രണ്ട് കാനിയുടെ ഇടയിലായിട്ട് വളം ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. കണ്ടോ, ഇത് ഞാൻ യൂറിയയും പൊട്ടാഷ്യം ഫാക്ടം പോസും മിക്സ് ചെയ്താണ് ഇടുന്നത്. ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നപ്പോൾ 2 യൂറിയയും 1 പൊട്ടാഷ്യം 1 ഫാക്ടം പോസും മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ കാനിക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. इधर किसने पोला कटिंग किया था? ये देखो पत्ता किसने कटिंग किया? इधर जास्ती 1 2 3 कानी का पत्ता नहीं काटा. ഇങ്ങനെയാണ് ഞാൻ വളം ഇടിക്കുന്നത് കേട്ടോ. പലരും പല രീതിയിലാണ്, ചിലർ കൈകൊണ്ട് ഇടിക്കും.
നോക്ക്, ഞാൻ അങ്ങനെയാണ് വളയിടിക്കാറ്. ഉണ്ടോ, വളയിടുന്ന രീതിയൊക്കെ ഒരുവിധം ഇപ്പോൾ നന്നായിട്ട് ഒരുവിധം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ടത്. സാധാരണ കൈക്കിടുന്ന ആളുകളുമുണ്ട്. വളം കൈക്ക് എടുത്തിട്ട് ഒരു 30 ഗ്രാം വെച്ച് ഓരോ കാനിയുടെ ചോട്ടിക്കടി ഇട്ട് കൊടുക്കുന്ന ആളുകളുണ്ട്. പിന്നെ ചിലർ 20 ഗ്രാം വെച്ചേ എടുത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കാനിയുടെ വളർച്ചയെടുക്കുന്നതനുസരിച്ച് 20 ഗ്രാമോ 30 ഗ്രാം എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്കിടാം. ഇപ്പം ഞാൻ ചക്ക വെട്ടി ഉടനെ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 30 ഗ്രാം വെച്ച് ഇട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. വളം കുറച്ച് കൊടുത്തിട്ട് ഒരു 20 ദിവസം 30 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നുകൂടെ കൊടുക്കുമോ, അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അത് മഴയുണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ നനയ്ക്കാനുള്ള സൗകര്യമുള്ളവരായിരിക്കണം. അപ്പോൾ വളമൊക്കെ ഇട്ട് കൊടുക്കുക. അതിന് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ മഴക്കാലമാണ്. ഇപ്പോൾ നമുക്ക് പൊതുവെ മഴക്കാലം ആയിട്ടില്ല, പക്ഷേ നമുക്ക് നേരത്തെ വേനൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മഴ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ വളം പടുതയിലിട്ടാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് പടുത നമ്മൾ മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ അതിട്ട് നമ്മൾ വളം മിക്സ് ചെയ്യും. ഉണ്ടോ, യൂറിയ പൊട്ടാഷ് ഫാക്ടംഫോസാണ് ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത്. ഉണ്ടോ, വണ്ടിയിലിരിക്കുന്നുണ്ടോ, യൂറിയ പൊട്ടാഷ് ഫാക്ടംഫോസ്. അപ്പോൾ നിങ്ങൾക്കിതുപോലെ ചെയ്യാവുന്നതാണ്. വളം മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മഴ ലഭിക്കുന്ന സമയമായതുകൊണ്ട് വളം പെട്ടെന്ന് അലിഞ്ഞ് ചേർന്നോളും. അപ്പോൾ ഈ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.